കാര്യമില്ല. അല്ലല്ല അത് വെൽക്കം ചെയ്യട്ടെ, എനിക്ക് ടെൻഷൻ ആവുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവണീസ് വ്ലോഗ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പം ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്. ഹൂ നോസ് മീ ബെറ്റർ FT ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെയോ? അപ്പം ഞാനിവിടെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഞാൻ ചോദിക്കും. അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ഇവർ ബോർഡിൽ എഴുതിയിട്ട് ഞാൻ പറയണ സമയത്ത് തിരിച്ച് കാണിക്കാം. അപ്പം കറക്റ്റാണ്, ഞാൻ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണെങ്കിൽ മാർക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ മാർക്കില്ല. അയ്യോ, മാർക്ക് ചെയ്ത ഒരു പേന വേണമല്ലോ. ഒരു മിനിറ്റ് ഗൈസ്, അല്ല പേനയുടെ ആ പേനയുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. ചെന്നൈ വ്ലോഗ് ഓർമ്മയുണ്ടോ? അത് മിണ്ടരുത്. അയ്യോ, അതെന്തിനാ ഇപ്പം ഇവിടെ പറയുന്നത്? ഇപ്പം തുടങ്ങാൻ പോണേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അല്ല അതിന് മുന്നേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീജിത്ത് പി. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അജ്ന സൈനദി. ഓക്കെ, അപ്പം ഇത് ഞങ്ങൾ കോളേജ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. അപ്പം ഓക്കെ, ആര് ജയിക്കുമെന്നാണ് ഇപ്പം നിങ്ങളൊരു തോന്നൽ? ആർക്കും തോന്നില്ലേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ആരും ക്വസ്റ്റ്യൻ നോക്കരുത് കേട്ടോ, ആരും അങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ലേസി അറ്റ് വാട്ട്? ഞാൻ എന്തിനാണ് ഭയങ്കര ലേസി ആയിട്ടുള്ളത്? അത് മിണ്ടരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ചോദിക്കണം, ഞാൻ എന്തിനാണ് ഭയങ്കര മടിച്ചിയായിട്ടുള്ളത്? ആ, ഞാൻ എന്ത് കാര്യത്തിനായിരിക്കും ഭയങ്കര മടിച്ചിയായിട്ടുള്ളത്? ഓക്കെ, റെഡി വൺ. എന്നിട്ട് കാണിക്കണം കേട്ടോ, ക്യാമറ കാണിക്കണം. വലുതായിട്ട് നല്ല ക്യാമറ കാണാൻ പറ്റുള്ളൂ. ആ സലച്ച് തുപ്പിലോട്ട്. ഞാൻ എന്തിനാണ് ഭയങ്കര മടിച്ച്? ഇച്ചിരി സ്പീഡ് വേണം, എൻ്റെ വീഡിയോ വെച്ചാൽ ലെങ്ത് ആയി പോകും കേട്ടോ. നിങ്ങൾ ഇച്ചിരി ഫാസ്റ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, റെഡി വൺ. ക്യാമറ കാണിക്കണം ആദ്യം. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ നീ ഇതെന്തത്? സ്റ്റഡീസ്. പിന്നെ സത്യം പറഞ്ഞ ചിന്തിച്ച പോലല്ലേ ആ ഭയങ്കര. എന്റെ അമ്മ അറിയിട്ട് ഞാൻ പഠിപ്പിക്കാത്. അപ്പൊ അല്ല അങ്ങനെ മാർക്കിട്ടെ. അത് എവിടെയാ മാർക്കിട്ടെ? ഇവിടെ അജിത്തു അതിന് ഇപ്പുറത്തെ എഴുതാം. ആ, രണ്ടുപേരും ഒരേ മാർക്കില്ലേ? അല്ല, ഞാൻ പറയട്ടെ, എനിക്കറിയില്ലല്ലോ ഞാൻ എന്തിനാ ലേസ് ചെയ്ത്. നിങ്ങൾ രണ്ടുപേരും ഒരേ ആൻസർ വേണം. ഒന്ന്. ഓക്കെ, അല്ല അത് പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ 6 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര്. 6 നിങ്ങളെ കൂട്ടാണ്ട് എൻ്റെ 6 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് വേഗം എഴുതിക്കോ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക്. നിങ്ങളെ കൂട്ടാണ്ട് കേട്ടോ, എൻ്റെ 6 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര്. മറന്നു ചിത്തു, മറന്നു. സീരിയസ്ലി ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നല്ലേ? നിങ്ങളുടെ നീതി മിക്കവാറും ഫ്രെയിമിൽ കിട്ടുമെന്ന് തോന്നില്ല. അത് പറ്റത്തില്ല, മാർക്ക് അപ്പം കുറയ്ക്കും. അത് പറയാൻ പറ്റത്തില്ല. പേരെന്നാ ഞാൻ ചോദിച്ചാൽ, ആളെ പറയുകയാണെങ്കിൽ ആംഗ്യം കടിച്ചാൽ പോലെ. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ രണ്ടുപേരും കൂട്ടാണ്ട് പറ്റത്തില്ല. 6 ചോദിച്ചാൽ മതി. ഓക്കെ, കാണിക്കേ ഷോ ഇറ്റ് മതി, ടൈമില്ല. റെഡി 1 2 3 മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റ് ഷംസു, അനീറ്റ, സുഹൈൽ, നീനു, ഷർബീൻ. സുഹൈൽ, അനീറ്റ, ഷംസു, നീനു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ?
സോറി അടിയായിട്ടുണ്ട് ഞാൻ അവളായിട്ട് അടിയല്ലേ അത് കണ്ടോ അവൾക്കറിയായിരുന്നു. ഞാൻ ഒരു കാര്യം രണ്ടുപേർക്കും കൂടെ 1/2 മാർക്ക് ഗൈസ്, ഇതിനകത്ത് നിന്ന് 2 പേർക്കും കൂടെ 1/2 മാർക്കേ തരത്തുള്ളൂ. ഞാനെന്താ ഇത് പൂത്തി വെച്ചിരുന്നത്? ഞാൻ എത്ര സ്കൂളിൽ പഠിച്ചു? അറ്റ്ലീസ്റ്റ് 2 സ്കൂളിൻ്റെങ്കിലും പേര് പറ. എഴുത്. ഞാൻ ടോട്ടൽ എത്ര സ്കൂളിൽ കേട്ടോ, +2 വരെയുള്ള സ്കൂൾ, അത് കഴിഞ്ഞ് കോളേജാണ്. അപ്പോൾ എത്ര സ്കൂളിൽ ടോട്ടൽ പഠിച്ചു? അറ്റ്ലീസ്റ്റ് 2 സ്കൂളിൻ്റെ പേരെങ്കിലും. നിങ്ങൾ ഭയങ്കര സ്ലോ ആയി. ഞാൻ പറയട്ടെ, മൊത്തം ശരിയായെങ്കിൽ മാത്രമേ മാർക്ക് വരുള്ളൂ. എന്ത് ഞാൻ ആലോചിക്കട്ടെ, ഞാനാ മാർക്ക് ഇടുന്ന കണക്ക് മാഷ്. എടാ ഇവളെ കിട്ടുന്നുണ്ടോ അതിനകത്ത്? നീ എന്ത് മാറിയിരിക്കും, ഞാൻ കോപ്പി അടിക്കില്ല. കഴിഞ്ഞോ? ഞാൻ നിങ്ങൾ ടൈം തരും കേട്ടോ. 2 ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ജിത്തു 4 സ്കൂള് മൗണ്ട് കാർമൽ സെന്റ് മേരീസ് കറക്റ്റ്. ഞാൻ എഴുതില്ല. 2 സ്കൂള് മൗണ്ട് കാർമൽ, പിന്നെ ഇവൾക്ക് തെറ്റാ. മൗണ്ട് കാർമൽ ശരിയാണ്, ബട്ട് സ്റ്റിൽ 2 തെറ്റാണ്. ഞാൻ 4 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് വിവേകാനന്ദ, ഒന്ന് വിവേകാനന്ദ മേരി മൗണ്ട്, പിന്നെ സെന്റ് മേരീസ്, പിന്നെ മൗണ്ട് കാർമൽ. 4 സ്കൂള്. അല്ലടി അവരെ ഇറക്കി വിടുന്നതിന് മുന്നേ ഇറങ്ങി പോകുന്നു. അടുത്തതാ. ഓക്കെ, ദിസ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ യു ഗൈസ്. ഓക്കെ, നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൈ സോഡിയാക് സൈൻ. മൈ സോഡിയാക് സൈൻ അറ്റ്ലീസ്റ്റ് മന്ത് വെച്ചെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യേ. എനിക്കത് അറിഞ്ഞോളൂ. വെരി പുവർ. ഓക്കെ കാണിക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. നീ ഏതാ വെക്കുന്നത്? ഇതേതാടി ഈ സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു സോഡിയാക് സൈൻ ഇല്ല. PICS അതെന്താ? ഇതെന്താ ലിബ്ര? 2 തെറ്റ്. ഏരിയസ് ആണല്ലേ. നീ എന്താ ഉദ്ദേശിച്ചത്? അവൾക്ക് ഒരു സോഡിയാക് സൈൻ പേര് പോലും അറിഞ്ഞൂടാ അല്ലേ? ഞാനേ മന്ത് കൊണ്ട് കൂട്ടാന്നൊക്കെ പറയുമ്പോ ഞാൻ അത് കൂട്ടുമായിരിക്കും. ഓക്കെ, അടുത്ത ഓക്കെ 5th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് മൈ ഫേവറേറ്റ് മൂവി? മൈ ഫേവറേറ്റ് മൂവി. മലയാളമാണോ ഇംഗ്ലീഷാണോ? അങ്ങനെയൊന്നും തരൂല. ഓക്കെ, മലയാളം. നിനക്കറിയില്ല? ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ? അല്ല, അറിയില്ലാന്ന് വെച്ചാൽ നിനക്കറിയില്ല. എടാ ഇത് അടി ഉണ്ടാവും. ഇത് കഴിയുമ്പോ ഒരു അടിയാവും. ഏതെങ്കിലും എഴുത്. ടൈം പോകുന്നു. എഴുതാൻ പറ്റൂ. ചിന്തിച്ചു നോക്കുക. ഞാൻ പലപ്പോഴായി TV-യിൽ വരുമ്പോ നിനക്ക് കിട്ടില്ല? ഒന്ന് അറിയത്തില്ലെങ്കിൽ എഴുതണ്ട. എടി ഓക്കെ തുടങ്ങട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓശാന പട്ടണത്തിൽ പോലും ഞാൻ ആരെയൊക്കെ ഓർക്കുന്നു. അതെന്തിനാ ഇവിടെ പറഞ്ഞ് യക്ഷി ഞാനൊന്നൊക്കെ ഇല്ല. ഓക്കെ, ഇത് എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ആംബിവേർട്ട് കറക്റ്റ്. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമായി ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് പെർഫ്യൂം. ഇവിടെ ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് ഫോക്കസ് ചെയ്യോ?
വേണ്ട, ഒറ്റ ഒരെണ്ണം വലിയ ഷോ കാണിക്കരുത്, ഒറ്റ ഒരെണ്ണം എഴുതിയാൽ വേണമെങ്കിൽ നിനക്ക് എത്ര ഇതാണെങ്കിൽ അതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ ഫ്ലേവർ അല്ലെങ്കിൽ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. വാട്ടർ ഗേൾ കറക്റ്റ്. അതിൻ്റെ ഏതാന്ന് അറിയട്ടെ? സീക്രട്ട് ക്രഷ്. ഓക്കെ, എൻ്റെ 2 ഫേവറേറ്റ് കളേഴ്സ്, മൈ 2 ഫേവറേറ്റ് കളേഴ്സ് മോസ്റ്റ് ആട്ടോ. എനിക്ക് 3 എണ്ണം ഉണ്ട്, ബട്ട് സ്റ്റിൽ 2 എണ്ണമാണ് എൻ്റെ. കഴിഞ്ഞോ? ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അത് പിങ്ക് ബ്ലാക്ക് യെല്ലോ ബ്ലാക്ക്, ദിസ് ഇസ് കറക്റ്റ്. എന്ത് പിങ്ക് ഇല്ല 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 ഇല്ല, ദിസ് എല്ലാം രണ്ടും ഒരു ക്വസ്റ്റ്യനാ, അല്ലാതെ 2 എണ്ണം അല്ല. തരില്ല മീൻസ് തരില്ല. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഐസ്ക്രീം ആണോ കേക്ക് ആണോ ഇഷ്ടം? ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. കേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 10th ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് എളുപ്പമാണ്. മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. നൈറ്റ്. അല്ല, ഇരുട്ടല്ലടി പേടി. അറിയാറില്ല, ഞാൻ അപ്പളാ പറഞ്ഞില്ലേ ലൈറ്റിനിങ്. അവളല്ല ലൈറ്റിനിങ് പറഞ്ഞേ. എടി ലൈറ്റിനിങ് പറഞ്ഞ മിന്നല്ലേ ഇവളെ ഇടി. അയ്യോ, ഈ ക്വസ്റ്റ്യൻ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാതെ അറിയാവുന്ന വേറെ 2 ഫ്രണ്ട്സിൻ്റെ പേര്. ഇപ്പം നിങ്ങൾ എഴുതിയതോ നിങ്ങൾ ഈ പേര് ഷംസുനീനും അല്ലാണ്ട് എൻ്റെ വേറൊരു ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ ഞാൻ പറയില്ല. ഇപ്പം 10ാം ക്ലാസ്സിലെ പിള്ളേരെ എഴുതിയാൽ പോരെ? ഇല്ല, പണ്ടത്തെ എഴുതണം. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടംപടി അറിയാം. 2 പേര് സെയിം ആവണമെന്നില്ല, ആരെങ്കിലും ഏതെങ്കിലും 2 പേര് എഴുതണേ. ആ, എത്ര കഥ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ പേരല്ല, ചെന്നൈ IIT ഒന്നത്. പിന്നെ വേണമെങ്കിൽ പിന്നെ ഞാൻ പറയാം. അല്ല വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അതേപോലെ, ചെന്നൈ ബേസ്ഡ്. നിനക്ക് അത് ആക്ച്വലി എൻ്റെ ജൂനിയർ ആണ്. അറിയില്ല. ഓക്കെ മതി. അതൊക്കെ അറിയാമായിരുന്നല്ലോ. എടി ഞാൻ പറയാം ഇനി. ഓക്കെ, ഇന്നത്തെ ജിത്തുവിനാണ് ആക്ച്വലി പോയിന്റ്. ഇവളൊന്നും എഴുതിയിട്ടില്ല. ഇവരെഴുതിയേക്കുന്നത് സമ്രാണ്ടി, തത്തു, സ്റ്റെഫി. നിനക്ക് അറിഞ്ഞൂടെ IIT? തത്തു കൂട്ടണ്ട, സ്റ്റെഫിനെ നിനക്ക് അറിഞ്ഞൂടെ? മറ്റേ എന്റെ ജൂനിയർ സമ്രേനെ നിനക്കല്ല, നിനക്ക് സ്റ്റുപ്പിറ്റ് പറയായിരുന്നു. സ്റ്റുപ്പിറ്റ് IIT ദിയാബിനു. അതല്ലേ ഞാൻ IIT-ലെ കൊച്ചെന്ന് വേറെ അറിയണ്ടേ? അതിന് 2 പേർക്കും മാർക്കില്ല. അല്ല, നിനക്ക് മാർക്കുണ്ടല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സബ്ജക്റ്റ് അല്ലേ +2 വരെയുള്ള? ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇംഗ്ലീഷ്. ഞാൻ വിചാരിച്ചു സത്യം പറ ആരും ആൻസർ ചെയ്തില്ലത്. അല്ല, ഇവിടെ ആദ്യം തുടങ്ങിയപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടപ്പോ ഇവിടെ ഒന്നും ഇഷ്ടമല്ലേ? എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമല്ല ഗൈസ്, അതുകൊണ്ടാ.
ഞാനും അക്കു ജോലി ചെയ്തിട്ട് കഴിയുമ്പോൾ ഞാനും അക്കും കൂടെ ആദ്യം ഒരു സ്ഥലം പോകുമെന്ന് പറഞ്ഞു. അത് എവിടെയാണെന്ന് നിങ്ങൾ പറ. ഓക്കെ, റെഡി 1 2 3. ആ സ്ഥലം അവിടെ തന്നെ അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. കാണിക്ക. പാരീസ്, ഈഫിൽ ടവർ, ഫ്രാൻസ്. ഫ്രാൻസിൽ തന്നെയാ. ഓക്കെ, എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ്, ഒരു ചീത്ത ഹാബിറ്റ്. 1 ബാഡ് ഹാബിറ്റ്. വേണ്ട, കൂടുതൽ ഓവർ ആവരുത്. ഇത് കഴിയുമ്പോൾ നിന്നെ എടുത്ത് മുക്കിയിടാനുള്ളതാ. എടി നീങ്ങി കാണുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അല്ല എന്തെങ്കിലും ഒരു ഹാബിറ്റ് എഴുതിയാൽ മതിയോ? അല്ല, എൻ്റെ മോസ്റ്റ് നിങ്ങൾ എപ്പോഴും എന്നെ പറയാറുള്ള ഒരു ഹാബിറ്റ് പറഞ്ഞാൽ മതിയോ? പറയണ്ട. നിനക്ക് എഴുതാൻ അറിഞ്ഞൂടെ? വിദ്യാഭ്യാസം ഇല്ലേ? വലിയ ക്ലാസ് ഫസ്റ്റ് ആണല്ലോ. ഈ കണ്ടുകൊണ്ട് ആക്ഷൻ ഇവിടെ പാടുന്നതല്ല. മലയാളം ഉണ്ടോടി എഴുതുന്നത്? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ആദ്യം അജുവിൻ്റെ നോക്കട്ടെ. ഒരു കാര്യം തുടങ്ങിയ മര്യാദയ്ക്ക് ചെയ്യില്ല, അതൊരു ബാഡ് ഹാബിറ്റാ. എന്തുവാടി ഞാൻ ചെയ്യാനത്? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കും, പക്ഷെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. ഏതാ ഞാൻ ചെയ്യാതെ? എടി അതില്ല, നെയിൽ ബൈറ്റിങ്. കറക്റ്റാ. ഇതല്ല അതെന്റെ ബാഡ് ക്യാരക്ടറാ നീ പറഞ്ഞത്. ആണോ? മനസ്സിലായില്ലേ? കണ്ടോ? കൊള്ളാടി. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല guys. അല്ല അതൊരു ബാഡ്. അല്ല, ഞാൻ എപ്പോഴാണ് ഞാൻ തുടങ്ങിയിട്ട് ചെയ്യാണ്ട് നിർത്തിയിട്ട് പോയെ? എനിക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. കാണിക്കാടി. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ വീട്ടുപേര്. വീട്ടുപേര്, മൈ ഹൗസ് നെയിം, മൈ അഡ്രസ്. ഫുൾ എഴുതിയില്ലെങ്കിൽ വീട്ടുപേര് എഴുതിയാൽ മതി. 24 മണിക്കൂർ വലിഞ്ഞു കയറി വരുന്നതാ. ഇപ്പൊ എപ്പുറത്ത് എഴുതരിക, നല്ല തെളിഞ്ഞ് കാണുള്ളൂ. പുതിയ വീട് തന്നെയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കണിയാമ്പറമ്പിൽ. കണിയാമ്പറമ്പിൽ തലമുടയിലെന്താണ് തിരികെ തലമുടയിൽ ഹൗസ് സെറ്റ് വരുമ്പോയോ 24 മണിക്കൂർ ശല്യമായിട്ട് കയറി വരുന്നതാ കണിയാമ്പറമ്പിൽ. അമ്മക്കിട്ട് താങ്ങിയല്ലേടി? സുനിതാനന്ദമായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. മുട്ടായി. പെട്ടെന്ന് എഴുതിക്കോ. ഇന്ന് അജുവിന്റെ പൂരവാ. കാണിക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അടിച്ചു കയറി വാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് സിറ്റി ഐ വാസ് ബോൺ? ഞാൻ ഏത് സ്ഥലത്താ ജനിച്ചേ? നീ ഏത് സ്ഥലത്താ ജനിച്ചതെന്നോ? എടി ഏത് സിറ്റിയിലാണ് ജനിച്ചത്? ഐ തിങ്ക് എക്സാമ്പിൾ ക്ലൂ തരാം. കേരളത്തിലാണോ? ഇവളെ അങ്ങ് പോയി. അത് ഞാൻ ജനിച്ചതല്ല. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. വൈക്കം. ഞാൻ ക്ലൂ കൊടുത്തില്ലായിരുന്നു. വേണ്ട അധികം വേണ്ട. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ, നിങ്ങൾ അതിന് ക്യാമറയിലോട്ട് നോക്ക്. എൻ്റെ കൃഷ്ണമണിയുടെ കളർ ഏത്? എൻ്റെ കൃഷ്ണമണിയുടെ കളർ ഏതാ? റെഡി 1 2 3 സ്റ്റാർട്ട്. ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ. അടുത്ത ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. മൈ ഫേവറേറ്റ് ഡ്രിങ്ക്. കുടി, ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണ ഏതെങ്കിലും സാധനം ഉണ്ടാവുമല്ലോ. എൻ്റെ ഫേവറേറ്റ് ഏതാ? ലൈക്ക് ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്നത്, ഞാൻ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്നത്, ലൈക്ക് ജ്യൂസ് ആവാം, ഹോട്ട് ഡ്രിങ്ക്സ് ആവാം. റെഡി 1 2 3. റെഡി 1 2 3 സ്റ്റാർട്ട്. കോഫി.
കോഫി വിത്ത് ലോട്ട് ഓഫ് പൈൻ്റെ പൊടി പൊടി. കറക്റ്റാ. ജിത്തു ആദ്യം എന്താ എഴുതിയേ? ചോക്ലേറ്റ് ഷെയ്ക്കുന്നു ഞാനാ ഷെയ്ക്കാം. എഴുതിയില്ല ഭാഗ്യം. കോൾഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിരുന്നോണ്ടാണ്. ആ ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭയങ്കര എളുപ്പം നിങ്ങൾക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഭാവിയിൽ എത്ര പിള്ളേർ വേണമെന്നാണ് ആഗ്രഹം? എൻ്റെ ആഗ്രഹം കേട്ടോ, നിങ്ങളുടെ ആഗ്രഹമല്ല, എൻ്റെ ആഗ്രഹം. 10 നാളാണ് നീ എഴുതാൻ പോണേ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. 5. പക്ഷേ വൺ മോർ എക്സ്ട്രാ ക്വസ്റ്റ്യൻ കേട്ടോ. ആ ഇല്ല അല്ല ട്രൈ അപ്പൊ ഞാൻ ഒന്ന് കൗണ്ട് ടൈ ബ്രേക്കർ ആണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആണെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ജസ്റ്റ് എന്നാലും ചോദിച്ചേക്കാം. അപ്പൊ ഞാൻ എണ്ണട്ടെ. സർപ്രൈസ്. ഓക്കെ, ഇത് ടൈ ബ്രേക്കർ അല്ല, ക്ലിയർലി ഒരു വിന്നുണ്ട്. പക്ഷേ സാരില്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാം. അതിന് എഴുതണ്ട, അത് പറയാനുള്ള. ആദ്യം ആരാണോ കൈ പൊക്കണേ അവർ പറയണം. അല്ല വേണ്ട, രണ്ടുപേരും പറയാം അല്ലേ? എഴുതിയോ? എന്താ ചെയ്യാത്? അല്ല എന്റെ ചെവി പറയണം. ഓക്കെ റെഡി 1 2 3. അല്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ, സോറി. ഇഫ് സപ്പോസ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാവിയിൽ ജോലിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് 5 മണിക്കുള്ളിൽ വരണം, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ അങ്ങനെ 5 മണിക്ക് എങ്ങനെയും പെരെ വരണം. അതെന്തുകൊണ്ട്? ഇവളാദ്യം വക്കീല്. അയ്യോ പറയാം. അല്ല ചെവിയിലും അല്ല 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 എന്നിട്ട് നീ പറയണ കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പറയാം. നീ പറ. അവള് പറയണ വേഗം ഇഷ്ടപ്പെട്ടു. ഉണ്ടാക്കി കൊടുക്കാൻ പിള്ളേർക്ക് അല്ലേ? അതല്ലേ രണ്ടുപേരും കറക്റ്റാ. പറയണേ സുനിത വരെ വരാത്തോണ്ട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? വേഗം വീട്ടിൽ വന്ന് പിള്ളേരോട് കളിച്ച് ചിരിച്ച് എന്തൊക്കെയാ പറ്റുന്നത്. സീരിയസ് ആയിട്ട് 5 മണിക്ക് മുന്നേ വരെ വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഏത് ചായ എത്തിക്കാൻ. അപ്പോൾ ഗൈസ് ഈ ചലഞ്ചിങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലത്തെ അയ്യോ അത് സോറി. അപ്പം ഇവിടുത്തെ ഓക്കെ വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ലൈക്ക് ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ചില് FT ബെസ്റ്റ് ഫ്രണ്ട്സ് ചലഞ്ചില് ഏറ്റവും കൂടുതൽ എന്നെ അറിയാവുന്നത് Okay, second prize goes to Archana Sainavi. Yenna kayyotte paadu avulku ichi kayyotte. Okay, Archana Sainavina 12.5 mark. 20 questions le. Wow, that's great. Srijit Pike I guess what enda? 15. നിന്റെ 2 തെറ്റിന്നോ? ബാക്കി 16.5 മാർക്ക്. അപ്പൊ ഗൈസ് അജു 4 തെറ്റിച്ച് പറഞ്ഞ കുറ്റം പറയാം. അത് വീട്ടിൽ പോയി ഇടി കൊടുക്കൂലേ? ആ ഓക്കെ എഴുതിരിയിൽ എന്നെ ഇങ്ങനെ കുട്ടികാരൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഹൂ നോസ് മീ ബെറ്റർ FT ബെസ്റ്റ് ഫ്രണ്ട് ചലഞ്ച് ഇവിടെ അവസാനിച്ചു. ഇതേപോലെ നിങ്ങൾക്ക് ഇവരെ വെച്ച് ചെയ്യും, ലൈക്ക് ഇവൻ ഇവിടെ നടുക്കിരിക്കുക അല്ലെങ്കിൽ ഇവള് നടുക്കിരുന്ന് ഇങ്ങനെ ചോദിക്കണം, അങ്ങനെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം, കമന്റ് ബോക്സിൽ ഇടാം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ പറ. നീ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു കാര്യം മുഴുവൻ ചെയ്യൂല. ഓക്കെ, നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നീടേ കാണിക്കാവുള്ളൂ. ഓക്കെ, എല്ലാം കഴിക്കുന്ന നേരം വയ്ക്കാം. ഓക്കെ, അതിനോട് റെഡി 1 2. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമ്നീസ് വ്ലോഗ്. ഓക്കെ 1 2 3 ഹരിന്റെ ഓക്കെ എനിക്ക് ചിരി വരും കേട്ടാണെങ്കിൽ. ഓ വേഗം വേഗം കേട്ടോ. അതിനാണ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമ്നീസ് വ്ലോഗ്. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇവിടെ എന്താ പറയാ? അല്ല ഇവിടെ അല്ല
അതിങ്ങനെ പറയണോ എന്തുവാ ഇത് ഞാൻ ചോദിക്കട്ടെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അമ്മിണീസ് വ്ലോഗ് മാത്രം ഞങ്ങൾ പറയാം. അപ്പൊ ഞാനെന്താ പറയണ്ടേ? ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അപ്പൊ നിങ്ങൾ അമ്മിണീസ് വ്ലോഗ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മിണീസ് വ്ലോഗ് ഒരുമിച്ച് പറയാന്ന്. വെൽക്കം ടു